അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായി കെഗ് ബേക്കേഴ്സും കേരള പോലീസിന്റെ പാലാ ഡിവിഷനും സംയുക്തമായി സംഘടിപ്പിച്ച മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി പാലായിൽ നടന്നു. പാലാ ഡിവൈഎസ്പി KS സദൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 30-ലധികം സൈക്കിൾ യാത്രികർ റാലിയിൽ പങ്കെടുത്തു. കെങ് ബൈക്കേഴ്സ്, കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബ്, കുര്യനാട് അഡ്വഞ്ചർ ക്ലബ്ബ്, KL34 എന്നീ സംഘടനകളിലെ അംഗങ്ങൾ പങ്കെടുത്ത റാലി മയക്കുമരുന്ന് രഹിത സമൂഹം സൃഷ്ടിക്കാനുള്ള സൈക്ലിംഗ് സമൂഹത്തിന്റെ പ്രതിബദ്ധത വിളിച്ചോതുന്നതായിരുന്നു. പാലാ ഡിവൈഎസ്പി KS സദൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് സന്ദേശം നൽകി. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിൽ സൈക്ലിംഗ് ക്ലബ്ബുകൾ വഹിക്കുന്ന പങ്ക് അദ്ദേഹം അഭിനന്ദിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസമായി ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ട് അത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വേൾഡ് ആൻറ്റി നർക്കോട്ടിക് ഡേ ആണ്. ഇതേ ദിവസം തന്നെ നമ്മളുടെ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ഉള്ള ഒരു സ്നേഹാദരവോടുകൂടി കോട്ടയം സൈക്കിൾ ക്ലബ്ബും കെഗ് ബൈക്കേഴ്സും അഡ്വഞ്ചർ ക്ലബ്ബ് കുര്യനാട് എല്ലാവരും ചേർന്ന് ഒരു സൈക്കിൾ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പാലാ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും ഇന്നിത് ആരംഭിക്കുകയാണ്. വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഡോക്ടർ സൈദു, ഡോക്ടർ ജോൺ യുവതലമുറയെ മയക്കുമരുന്നിന്റെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം അനിവാര്യമാണെന്നും ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് എല്ലാവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. കെങ് ബേക്കേഴ്സ് പ്രസിഡന്റ് ഫിലിപ്പ് കുരുവിള സംസാരിക്കവേ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ സൈക്ലിംഗ് വലിയ പങ്ക് വഹിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. കുട്ടികളെ സൈക്ലിംഗിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ മാതാപിതാക്കൾ മുന്നോട്ട് വരണമെന്നും സൈക്ലിംഗ് ശാരീരികക്ഷമതയും അച്ചടക്കവും മാനസിക വളർച്ചയും സമൂഹബോധവും വളർത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ ആരോഗ്യകരമായ ജീവിതശൈലിയും മയക്കുമരുന്ന് രഹിത കേരളവും എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു റാലി. പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ആരോഗ്യകരവും സുരക്ഷിതവും മയക്കുമരുന്ന് രഹിതവുമായ സമൂഹം സൃഷ്ടിക്കാൻ ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങൾ ശക്തമായ സന്ദേശം നൽകുന്നതായും അവർ അറിയിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.